കരം മഹിതയിലാരും കൂടെയില്ലെന്നാലും മന്നവാ നീ അഭയം. മരുഭൂമിയിൽ മനം തളരാതെ താങ്ങും മന്നവാ നിൻ കരം. മഹിതയിലാരും കൂടെയില്ലെന്നാലും മന്നവാ നീ അഭയം. ഇരവിലും പകലിലും തണലായി തുണയായി നിന്മാർവാണൻ അഭയം. ഇരവിലും പകലിലും തണലായി തുണയായി നിന്മാർവാണൻ അഭയം. കാലിനു ദീപമായി പാതയിൻ വെളിച്ചമായി തിരുമൊഴികൾ നടത്തും നമ്മെ, തിരുമൊഴികൾ നടത്തും. മരുഭൂമിയിൽ മനം തളരാതെ താങ്ങും മന്നവാ നിൻ കരം. മഹിതയിലാരും കൂടെയില്ലെന്നാലും മന്നവാ നീ അഭയം. മഹിതയിലാരും കൂടെയില്ലെന്നാലും മന്നവാ നീ അഭയം. കർത്താവിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ എബ്രഹാം മറ്റത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തോടൊപ്പം ദൈവരാജ്യ വ്യാപനത്തിൽ അധ്വാനിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, പ്രത്യേകിച്ച് ഇന്ന് ആരാധന ലീഡ് ചെയ്ത എൻ്റെ സഹോദരി പ്രിയ ലിൻസി, അവർ കുടുംബം, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനം അറിയിക്കുന്നു. ഇങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവദാസന്മാരോട്, ദൈവമക്കളോട് ചേർന്ന് കർത്താവിൻ്റെ തിരുവചനവുമായിട്ടായിരിക്കാൻ കർത്താവ് ഒരു അവസരം കൂടെ കർത്താവ് തന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നു. കാരണം കർത്താവിൻ്റെ ദാസി ആദ്യം പ്രാർത്ഥന ലീഡ് ചെയ്തു. അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കേൾക്കുവാൻ, ആ പ്രാർത്ഥനയിൽ പങ്കാളിയാകുവാൻ കർത്താവ് സഹായിച്ചല്ലോ. കർത്താവിൻ്റെ ദാസനിലൂടെ ചെയ്തെടുക്കുന്ന ഈ പ്രവർത്തനത്തിലൂടെ ചെയ്തെടുക്കുന്ന എല്ലാ ദൈവ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആരാധന ആത്മാർത്ഥമായി ലീഡ് ചെയ്ത കർത്താവിൻ്റെ ദാസിക്കായി, പ്രിയ ലിൻസിക്കായി സ്തോത്രം ചെയ്യുന്നു. ആരാധന എന്ന് പറയുന്നത് ആത്മാർത്ഥതയുടെ ലക്ഷണമാണ്. ആത്മാർത്ഥതയുടെ പ്രകടനമാണ് ആരാധന എന്ന് പറയുന്നത്. ഹൃദയത്തിൽ നിന്ന് വെളിപ്പെടണം. അത് ആത്മാവിൽ ആരാധന വെളിപ്പെടണം, അന്യഭാഷയിൽ വെളിപ്പെടണം. അവിടെയാണ് ദൈവപ്രവർത്തികൾ വെളിപ്പെടുന്നത്. ദാസിയും കർത്താവ് ഉപയോഗിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. നിങ്ങളോട് പറയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്ന ദൈവവചനത്തിലേക്ക് കടക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും കൂടെ ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കണം. എനിക്ക് അറിയാം, വിവിധ രാജ്യങ്ങളിൽ നിന്ന്, വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന്, ഇന്ത്യയുടെ തന്നെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ, അമേരിക്കയുടെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ അനേകർ ഇതിനകത്ത് ഭാഗവാക്കായി എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ ഈ താല്പര്യത്തിന്, ദൈവവചനത്തോട് അല്ലെങ്കിൽ ഈ പ്രവർത്തനത്തോട് കാണിക്കുന്ന എല്ലാ ആത്മാർത്ഥതയ്ക്ക് ദൈവം പ്രതിഫലം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കാരണം നമ്മുടെ ദൈവം നമ്മളെ കാണുന്ന ദൈവമാണ്. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 15-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിനകത്ത് ഇങ്ങനെ ഒരു വാക്യമുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ്: യഹോവയുടെ കണ്ണ് എല്ലായിടവും ഉണ്ട്. ശ്രദ്ധിക്കണം, യഹോവയുടെ കണ്ണ്. സദൃശ്യവാക്യങ്ങൾ 15-3 യഹോവയുടെ കണ്ണ് എല്ലായിടവും ഉണ്ട്. എന്നിട്ട് അടുത്ത വാക്ക്, ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുക. എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യമാണ്. യഹോവയുടെ കണ്ണ്. നമ്മൾ പറയുന്ന ദൈവമേ നീ എന്നെ കാണുന്നില്ലേ? പല വിഷയങ്ങളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ നമ്മുടെ വാക്ക് പലപ്പോഴും ഇങ്ങനെ വരാറുണ്ട്: ദൈവമേ നീ എന്നെ കാണുന്നില്ലേ, നീ എന്നെ അറിയുന്നില്ലേ എന്നൊക്കെ നമ്മൾ അറിയാതെ പറയാറുണ്ട്. നമുക്ക് ഈ വചനം അറിയാത്തത് കൊണ്ടാണ്, ദൈവത്തെ അറിയാത്തത് കൊണ്ടാണ്. എന്നാൽ ഈ വചനം പറയുന്നു ദൈവത്തിന്റെ കണ്ണ് എല്ലായിടവും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നീ ഏതവസ്ഥയിലായിരിക്കുന്നു, എവിടെ ആയിരിക്കുന്നു, ഏത് വിഷയത്തിലൂടെ കടന്നു പോകുന്നു, ഇതെല്ലാം കാണുന്ന ഒരു കണ്ണ് സ്വർഗത്തിലുണ്ട്. നമുക്ക് എത്ര പേർക്ക് സന്തോഷമുണ്ട്. എന്നെ കാണുന്ന ഒരു അപ്പച്ചനുണ്ട്, എന്നെ കാണുന്ന ഒരു സ്വർഗമുണ്ടെന്ന് പറയുന്നതിനേക്കാൾ വലിയ അനുഗ്രഹം വേറെ എന്താ? അവിടെ അടുത്ത വാക്ക്, അവൻ ആകാത്തവരെയും നല്ലവരെയും ആകാത്തവരെയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്വർഗത്തിൽ നമ്മളെ കാണുന്നു മാത്രം, നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഓരോ പ്രകടനങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം കർത്താവ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നീ ഇന്ന് ദൈവനാമത്തിന് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യവും ദൈവം ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നീ സ്തുതിക്കുന്നത് ദൈവത്തെ നോക്കിക്കൊണ്ടിരിക്കുക, ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. നീ പാടുന്നത്, നീ ആരാധിക്കുന്നത്, നീ പാട്ട് പാടുമ്പോൾ നീ അതിന്റെ കൂടെ ഭാഗവാക്കാകുന്ന എല്ലാം ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. വചനത്തെ
ശ്രദ്ധിക്കാനുള്ള നിന്റെ ആഗ്രഹം ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. ആ നോക്കിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ അടുത്ത വാക്കാണ്, അവൻ ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യും. നീ ഏത് ആഗ്രഹത്തോടു കൂടിയാണോ ദൈവവചനത്തിന് മുൻപിലായിരിക്കുന്നത്, അതിനനുസരിച്ച് ദൈവത്തിന്റെ തൃപ്തിതരമായ അത്ഭുതങ്ങൾ നിന്നിലേക്ക് ദൈവം പകർന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും കൂടെ ഇന്ന് ഈ സമയത്ത് രാത്രിയിലും പകലുമായിട്ട് എന്നെ കേൾക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണമെന്ന്, കാരണം നിങ്ങളോട് പറയാൻ ദൈവം എന്നെ ഏൽപ്പിച്ചൊരു വലിയ ദൂതാണ് ഇന്ന് ഈ സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിനാധാരമായിട്ട് 1 ശമൂവേലിന്റെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 5 മുതൽ 7 വരെയുള്ള വേദഭാഗമാണ്. 1 Samuel chapter 8 verse 5 to 7. 1 ശമൂവേലിന്റെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 5 മുതൽ 7 വരെയുള്ള വേദഭാഗങ്ങൾ ഞാൻ വായിക്കാം. നീ വൃദ്ധനായിരിക്കുന്നു, നിന്റെ പുത്രന്മാർ നിന്റെ വഴിയിൽ നടക്കുന്നില്ല. അടുത്ത വാക്യം മുതലാണ്. ആകയാൽ സകല ജാതികൾക്കും ഉള്ളതുപോലെ ഞങ്ങളെ ഭരിക്കേണ്ടതിന് ഞങ്ങൾക്കൊരു രാജാവിനെ നിയമിച്ചു തരണമെന്ന് പറഞ്ഞു. ഞങ്ങളെ ഭരിക്കേണ്ടതിന് രാജാവിനെ തരണമെന്ന് അവർ പറഞ്ഞ കാര്യം ശമൂവേലിന് അനിഷ്ടമായി. ശമൂവേൽ യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ശമൂവേലിനോട് അരുളിച്ചതെന്തെന്നാൽ, ജനം നിന്നോട് പറയുന്ന സകലത്തിലും അവരുടെ അപേക്ഷ കേൾക്കുക. അവർ നിന്നെയല്ല, ഞാൻ അവർക്ക് രാജാവായിരിക്കാത്ത വിധം എന്നെയാകുന്നു ത്യജിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കണം. അപ്പൊ ഈ വാക്യം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുകയോ ഇതല്ല ഞങ്ങൾ പ്രതീക്ഷിച്ചത്, ഒരു വലിയ അത്ഭുതം, ഒരു വിടുതൽ. ഇതിലെ ദൈവവചനം എല്ലാം അത്ഭുതമാണ്. ദൈവവചനം എന്ന് പറയുന്നത് അത്ഭുതമാണ്. കാരണം ഈ വചനം അക്ഷരമായിട്ടല്ല ഇതിനകത്തിരിക്കുന്നത്. ഇത് അക്ഷരമായിട്ട് ഈ പുസ്തകത്തിനകത്തിരിക്കുന്നത് ഏതെങ്കിലും ഒരു ദൈവദാസനിലൂടെ ദൈവമക്കളിലൂടെ ഇത് ശബ്ദമായിട്ട് വെളിപ്പെടുമ്പോൾ ഈ അക്ഷരം ആത്മാവിന്റെ ശക്തിയായിട്ട് മാറും. ഇതിനൊരു ജഡരൂപം വെളിപ്പെടും. ആ ജഡരൂപം നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരികയാ. ഈ വചനം നിന്നെ ആശ്വസിപ്പിക്കും, ശക്തിപ്പെടുത്തും, നിന്നെ ബലപ്പെടുത്തും. അത് മാത്രമല്ല, നിന്നെ ക്രമീകരണത്തിലേക്ക്, ഒരു ഗുണീകരണത്തിലേക്ക് നിന്നെ കൊണ്ടുവരും. അവിടെയാണ് ഈ അത്ഭുതം നടക്കുന്നത്. ദൈവവചനം പലപ്പോഴും പാറയെ പിളർക്കുന്ന ചുറ്റികയാണ്, തീ പോലെയാണ് എന്നൊക്കെ പറയുന്നത് മാത്രമല്ല, അത് വെള്ളം പോലെയുമാണെന്ന് പുസ്തകം പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നിന്നെ കഴുകുവാൻ, നിന്നെ ശുദ്ധീകരിക്കുവാൻ, ഒരു ക്രമീകരണത്തിലേക്ക് കൊണ്ടുവരുവാൻ. കാരണം ഇതിന്റെ എല്ലാം റിസൾട്ട് എന്ന് പറയുന്നത് അത്ഭുതമാണ്. പാറയെ പിളർക്കുന്ന ചുറ്റികയായി മാറിയാലും അത്ഭുതമാണ്, തീയായി മാറിയാലും അത്ഭുതമാണ്, അത് വെള്ളമായി കഴുകൽ പ്രാപിച്ചാലും അത്ഭുതമാണ്. കാരണം കഴുകൽ പ്രാപിക്കുമ്പോൾ നീ കർത്താവിന്റെ ആ ഇഷ്ടത്തോട് അനുരൂപരാകുകയാണ്. കാരണം കർത്താവിന്റെ ഏറ്റവും ഇഷ്ടം നീ ശുദ്ധീകരണം പ്രാപിക്കുക എന്നുള്ളതാണ്. ആ ശുദ്ധീകരണത്തിലേക്ക് വരുമ്പോൾ നീ കർത്താവിനോട് ചേരുകയാണ്. ആ സമയത്ത് അത്ഭുതങ്ങൾ വെളിപ്പെടും. അപ്പോൾ ദൈവവചനം അത് ഗുണീകരണത്തിനാണെങ്കിലും ശക്തീകരണത്തിനാണെങ്കിലും എല്ലാം അതിനെ സ്വീകരിക്കാൻ തക്കവണ്ണം ദൈവമക്കൾ തയ്യാറാകണം. ഇവിടെ നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണ്. ഇവിടെ 1 ശമൂവേലിന്റെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 5 മുതൽ 7 വരെയുള്ള വേദഭാഗമാണ് വായിച്ചത്. അതിന് പ്രധാനപ്പെട്ട വാക്യം ഇതായിരുന്നു: സകല ജാതികൾക്കുമുള്ളതുപോലെ. ഇസ്രായേൽ മക്കൾ ശമൂവേലിന്റെ മുമ്പിൽ ആവശ്യപ്പെടുകയാ, സകല ജാതികൾക്കും ഉള്ളതുപോലെ ഞങ്ങളെ ഭരിക്കേണ്ടതിന് ഞങ്ങൾക്കൊരു രാജാവിനെ തരണം. ആത്മീയ ഗോളത്തിൽ ഈ കാലഘട്ടത്തിൽ സംഭവിച്ച മൂല്യച്യുതിയുടെ കാരണമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ സമയത്ത് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആത്മമണ്ഡലത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ കാലഘട്ടത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിവേചിക്കുകയാ. നമ്മൾ പറയും, പാസ്റ്റർ ഒരു കുഴപ്പമില്ല, കോൺഫറൻസുകൾ നടക്കുന്നു, കൺവെൻഷനുകൾ നടക്കുന്നു, ദൈവദാസന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരുന്നു. തുറക്കുന്നിടം മുതൽ, രാവിലെ എഴുന്നേൽക്കുന്നിടം മുതൽ രാത്രി കിടക്കുന്നിടം വരെ, ടിവിക്കകത്താണെങ്കിലും ഫേസ്ബുക്കിനകത്താണെങ്കിലും വാട്സപ്പിനകത്താണെങ്കിലും യൂട്യൂബിനകത്താണെങ്കിലും എല്ലാം ദൈവവചന. പാസ്റ്ററേ, എല്ലാം നല്ലതാ, എല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ ഒന്ന് വിവേചിച്ചു നോക്കിയാട്ട്, ചുറ്റുപാടും ഒന്ന് കണ്ണു തുറന്നു നോക്കിയാട്ട് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെയും ഈ ശമൂവേലിന്റെ പുസ്തകം ആരംഭിക്കുമ്പോഴൊക്കെ നമ്മൾക്ക് നോക്കിയാൽ സംഭവം മനസ്സിലാക്കും. എന്താ ആ കാലഘട്ടത്തിലെ പശ്ചാത്തലം എന്താന്ന് മനസ്സിലാക്കാൻ കഴിയും. 430 വർഷത്തെ അടിമനുഖത്തിൽ നിന്ന്, ഫറവോന്റെ ആധിപത്യത്തിൽ നിന്ന്, ആ സമയത്ത് എന്താ സംഭവിച്ചത്? ഫറവോന്റെ ആധിപത്യത്തിൽ കീഴിലേക്ക് പോയി കഴിഞ്ഞപ്പോ ജീവിതം കയ്പായി മാറി. ഊഴിയ വിചാരകന്മാരുടെ അടികൊണ്ട് മുറിവുകൾ ഉണ്ടാകുന്നു. ആൺതലമുറകളെ എല്ലാം നൈൽ നദിയിൽ കൊണ്ടുപോയി മുക്കിക്കൊല്ലുന്നു. എന്ന് പറഞ്ഞാൽ തലമുറകൾ നഷ്ടപ്പെടുന്നു, ജീവിതം കയ്പാകുന്നു. ഊഴിയ വിചാരകന്മാരെ അവരെ അടിച്ചു മുറിവേൽപ്പിക്കുന്നു.
സാത്താന്റെ ആധിപത്യം, ഫറവോന്റെ ആധിപത്യത്തിന്റെ കീഴിൽ 430 വർഷമായി കടന്നത്. ശ്രദ്ധിച്ചു കേൾക്കണേ, ഞാൻ ദൂതിലേക്ക് വരികയാണ്. ഒന്ന് തിരിഞ്ഞു നോക്കിയ കഴിഞ്ഞ കാലഘട്ടം, ദൈവമില്ലാത്തൊരു കാലഘട്ടം, വേറൊരു ആധിപത്യത്തിന്റെ കീഴിൽ കിടന്ന ഒരു കാലഘട്ടം, ഫറവോന്റെ ആധിപത്യത്തിന്റെ കീഴിൽ കിടന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അവരുടെ ജീവിതം കയ്പായി. 1-2 ആളുകളല്ല, 20 ലക്ഷത്തിൽ പരം ആളുകളുണ്ട്. അവർക്കെല്ലാം ജോലിയുണ്ട്, ഇഷ്ടികളത്തിലാണ് ജോലി, ഓവർ ടൈം പണിയും കൊടുത്തിരിക്കുക. പക്ഷേ എല്ലാം ഉണ്ട്, പക്ഷേ ജീവിതത്തിൽ സന്തോഷമില്ല, കയ്പാണ്. എന്നെ കേൾക്കും ദൈവം, ഇതിലെ ഫറവോന്റെ ആധിപത്യത്തിന്റെ കീഴിലാണെങ്കിൽ ജീവിതം കയ്പാണ്. എവിടെ നമ്മൾ ഏത് ആധിപത്യത്തിന്റെ കീഴിലാണെന്ന് തിരിച്ചറിയാനുള്ള ഒരവസരം കൂടെ തരികയാണ്. ദൈവാധിപത്യത്തിന്റെ കീഴിലായിരുന്ന ഇസ്രായേൽ മക്കൾ 70 പേരാണ് മിസ്രൈമിലേക്ക് ചെന്നത്. ജോസഫിന്റെ കാലത്ത് മിസ്രൈമിൽ ചെന്നു, പക്ഷെ അവർ ദൈവാധിപത്യത്തിന്റെ കീഴിലായിരുന്നു, ആരാധനയുടെ അന്തരീക്ഷത്തിന്റെ കീഴിലായിരുന്നു, ദൈവസാന്നിധ്യത്തിന്റെ കീഴിലായിരുന്നു. 70 പേരെ ഉണ്ടായിരുന്നുള്ളൂ, ആട്ടിടയന്മാരായിരുന്നു. പക്ഷേ പുസ്തകം പറഞ്ഞത് അവർ വർദ്ധിച്ചു പെരുകി. ദൈവാധിപത്യത്തിന്റെ കീഴിലാണെങ്കിൽ ക്ഷീണിക്കുകയല്ല, ബലപ്പെടുകയാ. ദൈവാധിപത്യത്തിന്റെ കീഴിലാണെങ്കിൽ തളർന്നു പോകുകയല്ല, ശക്തിപ്പെടുകയാ. ആട്ടിടയന്മാരാണ്, ആരും അംഗീകരിക്കുന്ന ഗ്രൂപ്പല്ല, പക്ഷേ അവർ ആരാധനക്കാരാണ്, ദൈവസാന്നിധ്യത്തിന്റെ കീഴിലിരിക്കുന്നവരാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, 20 ലക്ഷത്തിന്റെ കണക്ക് പറയാതെ 70 ഉള്ളെങ്കിലും ആരാധനയുടെ കണക്ക് പറ, ആത്മാവിന്റെ അന്തരീക്ഷത്തെ കുറിച്ച് പറ, ചുറ്റുമുള്ള പശ്ചാത്തലത്തെ കുറിച്ച് പറയാതെ ഞങ്ങളുടെ നടുവിലൊരു ദൈവമുണ്ടെന്ന് പറ. ഉയർത്തേണ്ടത് ദൈവത്തെയാണ്. ദൈവാധിപത്യത്തിന്റെ കീഴിലായിരുന്നപ്പോൾ പുസ്തകം പറഞ്ഞവർ വർദ്ധിച്ചു പെരുകി. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് വർദ്ധിച്ചു പെരുകി അവസാനം ആരാധനയിൽ നിന്ന് ഫറവോനും ഗ്രൂപ്പും അവരെ വലിച്ചെടുത്ത് ഇഷ്ടിയക്കളത്തിൽ ഇട്ടു. ഇപ്പൊ ആരാധനയ്ക്ക് പോകാൻ സമയമില്ല. പിശാച് ബുദ്ധിപൂർവ്വം ചിന്തിച്ചു. ഫറവോൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ബുദ്ധിപൂർവ്വം അവരോട് പെരുമാറണം. അവരെ തകർക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, ആരാധനക്കാരെ തകർക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, ബുദ്ധിപൂർവ്വം പെരുമാറുക. എന്താ ബുദ്ധി? ആരാധനയിൽ നിന്ന് അവരെ വലിച്ചു മാറ്റുക, വേറെ ഒന്നുമില്ല. ആരാധനയിൽ നിന്ന് മാറിയാൽ തോറ്റു. ആരാധനയിൽ നിന്ന് മാറിയാൽ ദൈവസാന്നിധ്യം പോയി. അയ്യോ പാസ്റ്ററെ, ആരാധനയാണ്, മൊത്തം ആരാധനയാ, വർഷിപ്പ് ലീഡേഴ്സിന്റെ മേളവാ. പക്ഷെ നിന്റെ വാ തുറക്കുന്നുണ്ടോ? എനിക്ക് വർഷിപ്പ് ലീഡേഴ്സിനോടൊന്നും ഒരു ദേഷ്യമില്ല. പക്ഷെ നമ്മൾ ആരാധനക്കാരായണോ, അതോ വർഷിപ്പ് ലീഡേഴ്സിന്റെ വർഷിപ്പ് കണ്ടോണ്ടിരിക്കുകയാണോ? നിന്റെ കൈ ചലിക്കുന്നുണ്ടോ? പുസ്തകം പറയുന്നത് നോക്കിയിരിക്കാനല്ല, നിന്റെ വായ വിസ്താരത്തിൽ തുറക്കാനാണ്. പുസ്തകം പറയുന്നത് ഹല്ലേലൂയ, കൈ കെട്ടിയിരിക്കാനല്ല, പിന്നെയോ അത്യുച്ചനാദമുള്ള കൈത്താളങ്ങളോടുകൂടി ദൈവത്തെ മഹത്വപ്പെടുത്താനാണ്. എനിക്ക് ഈ സഹോദരിയുടെ ബഹുമാനം ഞാൻ പലപ്പോഴും പല പ്രാവശ്യവും കേൾക്കാറുണ്ട്. സഹോദരി, അവർ കരങ്ങളെ അടിച്ച് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുക, എനിക്ക് സന്തോഷമാണ്. പാട്ടിന്റെ ഈണമൊന്നും എനിക്ക് വിഷയമല്ല, താളം വിഷയമല്ല, നിന്റെ അകത്തുനിന്ന് വെളിപ്പെടുന്ന ആത്മാവിന്റെ ശബ്ദമാണ് വിഷയം. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ദുഃഖകരമായ കാര്യങ്ങളാണ് ഇന്ന്. നമ്മൾ ശലോമോന്റെ കാലത്തെ പോലെ, ശലോമോന്റെ കാലം ഇങ്ങനെയായിരുന്നു. അപ്പനായ ദാവീദിന്റെ കാലം ആരാധനയുടെ കാലമായിരുന്നു. പെട്ടകം കാണുമ്പോൾ പുള്ളിക്ക് കൊട്ടാരമോ പുള്ളിക്ക് രാജകീയ കിരീടമോ അധികാരമോ ഒന്നും വിഷയമല്ല. അതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കും. പക്ഷെ തന്റെ മകൻ ശലോമോൻ ജ്ഞാനിയാണ്, ദൈവത്തിൽ നിന്ന് ഒത്തിരി പ്രാപിച്ച മനുഷ്യൻ. അല്ലെങ്കിൽ അവന്റെ കാലമായപ്പോൾ അവൻ സംഗീതക്കാരെയും സംഗീതക്കാരത്തികളെയും അപ്പോയിന്റ് നിയമിച്ച ശേഷം അദ്ദേഹം കണ്ടോണ്ടിരിക്കുക. കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എന്ത് പറ്റി? അദ്ദേഹത്തിന് ഇപ്പൊ ദൈവ സാന്നിധ്യത്തെക്കാൾ വലിയത് കൊട്ടാരങ്ങളാണ്, പൂന്തോട്ടങ്ങളാണ്, അരമനകളാണ്, സ്ത്രീജനങ്ങളാണ്. സന്തോഷം വേറെ ഭാഗത്തേക്ക് മാറിപ്പോയി. ആരാധന നഷ്ടപ്പെട്ടാൽ നീ ദൈവത്തിൽ നിന്ന് ശ്രദ്ധ മാറി വേറെ സ്ഥലത്തേക്ക് പോകും. ഇവിടെ നോക്കിയിട്ട് ഫറവോന് മനസ്സിലായി, ഇവരുടെ ആരാധനയാണ് ഇവരുടെ അനുഗ്രഹം. ആരാധനയുണ്ടെങ്കിൽ ഇവർ ദൈവസാന്നിധ്യത്തിന്റെ കീഴിലാണ്, ഇവർ വർദ്ധിക്കും, ഇവർ പെരുകും. അതുകൊണ്ട് ആരാധനയിൽ നിന്ന് ഇവരെ വലിച്ചു മാറ്റണം. അതിനൊറ്റ മാർഗമേ ചെയ്തുള്ളൂ. എന്താണ്? ഇഷ്ടിയക്കളപ്പിലേക്ക് അവരെ കൊണ്ടുപോയിട്ടു, അവരുടെ ജോലി സ്ഥലത്ത് അവരെ ആക്കി, ഓവർ ടൈം പണിയെടുപ്പിച്ചു, ആരാധന നഷ്ടപ്പെടുത്തി. ആ സമയം എന്ത് സംഭവിച്ചു? ആരാധന നഷ്ടപ്പെട്ടാൽ ദൈവാധിപത്യത്തിന്റെ കീഴിൽ നിന്ന് ഈ പതുക്കെ അറിയാതെ ഫറവോന്റെ ആധിപത്യത്തിലേക്ക് കയറുകയാ. ഫറവോന്റെ ആധിപത്യത്തിലേക്ക് കയറിയപ്പോൾ പണിയില്ലാതിരിക്കുകയല്ല, ഓവർ ടൈം പണിയുണ്ട്. പക്ഷെ ജീവിതം കയ്പ്. പുസ്തകം പറയുന്നു, പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ ജീവിതം കയ്പായി.
ജീവിതം കൈപ്പായി. രണ്ടാമത് ഊഴിയ വിചാരകന്മാരുടെ അടിയിട്ട മുറിവുകൾ അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുകയാ. മൂന്നാമത് തലമുറകൾ നഷ്ടപ്പെട്ടിട്ടും പ്രതികരിക്കാൻ കഴിയാതെ 20 ലക്ഷത്തിൽ പരം ആളുകളുണ്ട്. പക്ഷേ ഒന്ന് തിരിച്ചടിക്കാനുള്ള കഴിവില്ലാതെ, അവരെ തിരിച്ചു പിടിക്കാനുള്ള കഴിവില്ലാതെ, തലമുറകൾക്ക് വേണ്ടി ഒന്ന് ഇടിവ് നിൽക്കാൻ കഴിവില്ലാതെ അവർ വല്ലാതെ കഷ്ടപ്പെട്ടു. ശ്രദ്ധിക്കണം ദൈവമക്കൾ, ആരാധന നഷ്ടപ്പെട്ടാൽ, ആരാധന പാട്ടല്ല, ആരാധന പ്രസംഗവുമല്ല, ആരാധനയ്ക്കകത്ത് ഇതെല്ലാം ഉണ്ട്. പക്ഷെ ആരാധനയുടെ ഹൃദയം ദൈവ മുൻപാകെ പകരുന്നതാണ് ആരാധന. ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതാണ് ആരാധന. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കർത്താവേ നീയാണ് എന്നെ എഴുന്നേൽപ്പിച്ചു എന്ന് പറഞ്ഞ് കരങ്ങളൊന്ന് ഉയർത്തി ദൈവമേ ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്ന് പറയുന്നതാണ് ആരാധന. ആ മനോഭാവത്തോടുകൂടി ഓരോ സ്റ്റെപ്പും എന്റെ ദൈവമാണ് എന്നെ നടത്തുന്നുള്ള ബോധ്യത്തോടുകൂടെ രാത്രി കിടക്കാൻ പോകുമ്പോൾ കർത്താവ് ഈ പകൽക്കാലം മുഴുവൻ എന്നെ നടത്തിയത്, ജയോത്സവമായി നടത്തിയത്, എന്റെ കൂടെ എന്നെ സഹായിച്ചത് നീയാണെന്ന് പറഞ്ഞ് മഹത്വം ദൈവത്തിന് കൊടുത്തിട്ട് കണ്ണടക്കുന്നതാണ് ആരാധന എന്ന് പറയുന്നത്. അതിനകത്ത് പാട്ട് വരും, പ്രസംഗം വരും, ദൈവത്തിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും വരും. അങ്ങനെ 430 വർഷം ദൈവത്തിലെ ശ്രദ്ധിക്കുക, 430 വർഷം അടിമനുഖത്തിൽ കിടന്ന് തലമുറയായി തകർന്നുകൊണ്ടിരുന്ന ഇസ്രായേൽ ജനം അവസാനം തിരിച്ചറിഞ്ഞു, ഞങ്ങളുടെ ബലം കൊണ്ട് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. 20 ലക്ഷത്തിന്റെ പാരമ്പര്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. പഴയ കാലത്തിന്റെ ചരിത്രം പറഞ്ഞാൽ രക്ഷപ്പെടാൻ കഴിയില്ല, തിരിച്ചടിക്കാൻ കഴിയത്തില്ലെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി രക്ഷപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, മുകളിലേക്ക് നോക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. അതാണ് പുസ്തകം പറഞ്ഞത്. അവർ ദൈവത്തിലേക്ക് നോക്കി, ആ നോട്ടം ദൈവം കണ്ടു. കാരണം അതാണ് നമ്മൾ സദൃശവാക്യം 15:3 പറഞ്ഞത്, അവന്റെ കണ്ണെല്ലായിടത്തുമുണ്ട്, നീ ഒന്ന് നോക്കാൻ കാത്തിരിക്കുകയാണ്. നിന്റെ വിടുതലാണ് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യം. നീ തകർന്നു കിടക്കുന്ന ദൈവത്തിന് ഇഷ്ടമല്ല, നിന്റെ കുടുംബം തകരുന്ന ദൈവത്തിന് ഇഷ്ടമല്ല, നിന്റെ തലമുറ തകരുന്ന ദൈവത്തിന് ഇഷ്ടമല്ല. ആ ദൈവത്തിന് ഇഷ്ടം നീ അനുഗ്രഹം പ്രാപിക്കുന്നതാണ് അന്നും ഇന്നും എന്നും. അത് പ്രോസ്പെരിറ്റി തിയോളജി ഒന്നും അല്ല. ഞാൻ അനുഗ്രഹം പ്രാപിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. നിനക്ക് നന്മ വരുന്ന ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമാണ്. നിന്റെ പടകിനകത്തേക്ക് മീനടങ്ങിയ വല വലിച്ചു കയറ്റുമ്പോൾ ആ വലിപ്പം കണ്ടിട്ട് സന്തോഷത്തോടെ നോക്കി നിൽക്കുന്ന ഒരു യേശുവിനെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അല്ലാതെ ഇത് കൂടിപ്പോയി, ഇവന് ഉത്തരം കൊടുക്കേണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന യേശുവല്ല. പക്ഷെ നീ ഒരു കാര്യം, നിനക്ക് നന്മ ലഭിക്കുമ്പോൾ നീ ആ പടകിൽ നിന്നോണ്ടൊരു കാര്യം ശ്രദ്ധിക്കണം. നിന്റെ വലയ്ക്കകത്ത് വലിയ മീൻകൂട്ടം വരുമ്പോ നീ നിനക്കായിട്ട് മാത്രമല്ല എന്നുള്ള ഓർമ്മ വേണം. അവൻ ചുറ്റും നോക്കുകയാണ്, പത്രോസ് ചുറ്റും നോക്കുകയാണ്, ദൂരെ എന്നെ പോലെ പടക് ശൂന്യമായ ആരെങ്കിലും ഉണ്ടോ? അതാ ദൈവമുള്ളതിന്റെ ലക്ഷണം. അപ്പോഴവൻ കണ്ടു വേറൊരു പടക് ശൂന്യമായി കിടക്കുന്നു. അവനെ മാടി വിളിച്ചു. അവർ പടകിനകത്തേക്കും ഈ മീൻകൂട്ടത്തെ നിറച്ചു. കിട്ടിയത് പത്രോസിനാ. പക്ഷേ പത്രോസ് പങ്കിടാൻ തയ്യാറായി. ഷെയർ ടു അതേഴ്സ്, മറ്റുള്ളവർക്ക് പങ്കിട്ട് കൊടുക്കുന്നതാണ് യേശുവുള്ളവന്റെ ലക്ഷണം. സന്തോഷമുള്ളവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇതെല്ലാം ദൈവത്തിന്റെ ആത്മാ പറയുന്ന ഒരു ദൂതാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം. അങ്ങനെ ദൈവമുഖത്തേക്ക് നോക്കിയപ്പോൾ ദൈവം ഒരുവനെ ഇറക്കിക്കൊണ്ടുവന്നു അവരെ വിടുവിക്കാൻ. മോശ, നമുക്കറിയാം ആ വിഭാഗങ്ങളെ, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന വിഷയമാണ്. ദൈവദാസന്മാരാ കൂടുതലും ഇതിനകത്തിരിക്കുന്നത്. എന്നെക്കാൾ നന്നായിട്ട് ദൈവത്തിന് സംസാരിക്കുന്നവരാ. എനിക്ക് നല്ല ബോധ്യമുണ്ട്. ആത്മാവിൽ സംസാരിക്കുന്ന ആളാണ് എബ്രഹാം മറ്റത്തിൽ. ഞാൻ അതുകൊണ്ടാണ് അദ്ദേഹത്തെ ബഹുമാനിക്കുന്നത്. ശ്രദ്ധിക്കണം. ദൈവം ഇറക്കിക്കൊണ്ടുവന്ന് 20 ലക്ഷത്തിന് കഴിയാത്ത കാര്യം ദൈവം ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഫറവോന്റെ കയ്യിൽ നിന്ന് അവരെ വിടുവിച്ചു. വിടുവിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, വിടുവിക്കുന്നതിന് മുൻപും പിൻപും പറഞ്ഞൊരു കാര്യമുണ്ട്. എന്റെ ജനം എന്നെ ആരാധിക്കണം. ഇതാണ് കോംപ്രമൈസ് ഇല്ലാതെ കർത്താവ് പറയുന്ന കാര്യം ഇതാണ്. എന്റെ ജനമായി മാറണമെങ്കിൽ നിങ്ങൾ എന്നെ ആരാധിക്കണം. എന്നാൽ നടത്തപ്പെടണമെങ്കിൽ നിങ്ങൾ എന്നെ ആരാധിക്കണം. മരുഭൂമിയിൽ എന്നെ ആരാധിക്കണം. ആരാധന ആശ്രയമായി മാറണം. കൊട്ടാരത്തിൽ ആരാധിക്കാൻ പറ്റുകയില്ല, മിസ്രൈമിൽ ആരാധിക്കാൻ പറ്റുകയില്ല. ആരാധന വെളിപ്പെടേണ്ടത് എവിടെയാണ്? മരുഭൂമിയിലാണ്. ശ്രദ്ധിക്കണം ദേവദാസന്മാരെ, ആരാധന മരുഭൂമിയിലാണ്. എന്താ മരുഭൂമിയിലേക്ക് ഇറക്കിയത് ആരാധിക്കാൻ? കനാൻ നാട്ടിൽ പോകാൻ വേറെ വഴിയില്ലായിരുന്നു, ഉണ്ടായിരുന്നല്ലോ. എന്നിട്ടും എന്തേ മരുഭൂമിയിലേക്ക് ദൈവജനത്തെ ദൈവം ഇറക്കിയത്? വിടുവിക്കപ്പെട്ട ദൈവജനത്തെ മരുഭൂമിയിലേക്ക് ഇറക്കാൻ കാര്യം എന്താ? മരുഭൂമിയിൽ ഒറ്റയിടമേ ഉള്ളൂ, അത് ദൈവാശ്രയം. അതാണ് ആരാധന. അവര് പാട്ടുപാടിയോ എനിക്കറിയില്ല, ഒരിടത്ത് മാത്രമേ പാട്ടുപാടിയതായിട്ട് കാണുന്നുള്ളൂ. ചെങ്കടൽ കഴിഞ്ഞപ്പോൾ മിരിയം തപ്പെടുത്ത് പാട്ടുപാടിയെന്ന് കാണുന്നുണ്ട്. തപ്പ് അവരുടെ കയ്യിൽ അപ്പോഴും ഉണ്ടായിരുന്നു. എപ്പോഴും തപ്പ് ദൈവമക്കളുടെ കയ്യിൽ ഉണ്ടാകണം.
ആരാധനക്കാരാണെങ്കിൽ അതിൽ തപ്പുണ്ടാകണം, ചലനമുണ്ടാകണം, ജീവൻ ഉണ്ടാവണം, നാവ് ചലിക്കണം, കൈ ചലിക്കണം. അതാണ് ദാവീദ് പറയുന്നത്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അടുത്ത വാക്ക്, എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. ഇത് എന്റെ ഫുൾ ബോഡിയും ഈ ഫുൾ ശരീരവും ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തക്കണം തയ്യാറാക്കി വെച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് വേണം യാത്ര ചെയ്യാൻ. അപ്പൊ മരുഭൂമിയിൽ എന്തിനാ മരുഭൂമിയിൽ ഇറക്കിയേ? മരുഭൂമി സുഖമുള്ള കാര്യമാണോ? പുസ്തകത്തിൽ പറയുന്നത്, ആവർത്തന പുസ്തകത്തിനകത്ത് മരുഭൂമിയെ കുറിച്ച് പറയുന്നുണ്ട്. ആവർത്തനം 8:15 പറഞ്ഞു, അഗ്നിസർപ്പവും തേളും വെള്ളമില്ലാത്ത വരൾച്ചയുമുള്ള വലിയതും ഭയങ്കരവുമായ മരുഭൂമി. ആരാധിക്കാൻ ഇറങ്ങിയ സുഖമുള്ള സ്ഥലത്തോട്ടല്ല കേട്ടോ. പെന്തക്കോസ് അനുഭവം എന്ന് പറഞ്ഞാൽ സുഖമുള്ള അനുഭവം ഒന്നും അല്ല. ആത്മീയ ഗോളം എന്ന് പറഞ്ഞാൽ സുഖമുള്ള അനുഭവമുള്ള ഇടമല്ല. മരുഭൂമിയിലേക്ക് ഇസ്രായേൽ മക്കളെ ദൈവം ഇറക്കിയത് എങ്ങോട്ടാണ്? ആവർത്തന പുസ്തകം 8:15 പറയുന്നു, അഗ്നിസർപ്പമുള്ള സ്ഥലം, തേളുള്ള സ്ഥലം, വെള്ളമില്ലാത്ത വരൾച്ചയുള്ള സ്ഥലം, വലിയതും ഭയങ്കരവുമായ സ്ഥലം മരുഭൂമി. അതേ കാര്യം തന്നെ യിരെമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ 6-ാം വാക്യത്തിൽ 6 കൂട്ടം കാര്യം പറഞ്ഞിട്ടുണ്ട്. പാഴ്നിലമാണ്, കുഴികളുള്ള സ്ഥലമാണ്, വരൾച്ചയുള്ള സ്ഥലമാണ്, കൂരിരുൾ, ഭയങ്കര ഇരുട്ടുള്ള സ്ഥലമാണ്, മനുഷ്യ സഞ്ചാരമില്ലാത്ത, ആൾപ്പാർപ്പില്ലാത്ത മരുഭൂമി. എങ്ങോട്ടാ ഇറക്കിയത്? ഇന്ന് ഒരുവൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ നോക്കുന്നത് ഏറ്റവും വലിയ പള്ളി ഏതാ, 2000 പേര് വരുന്ന പള്ളി ഏതാ, ഒന്നും അറിയാതെ ചെന്നിരുന്ന് ഏസിക്കാതെ തിരിക്കത്തക്കവണ്ണം എല്ലാ ക്രമീകരണങ്ങളും ഉള്ള പള്ളി ഏതാ, എല്ലാ ഇൻസ്ട്രുമെന്റ്സും ഉള്ള വലിയ ട്രൂപ്പ് മാറി മാറി നിൽക്കുന്ന പള്ളി ഏതാ? കൊട്ടാരമാണത്. ആരാധിക്കാൻ നീ അവിടെ ചെന്നിട്ട് ആരാധന വെളിപ്പെടത്തില്ല. അത് കൊട്ടാരമാണ്, മിശ്രയമാണ്. കാരണം അവിടെ ദൈവത്തിൽ ആശ്രയിക്കേണ്ട കാര്യമില്ല. മറ്റു പലതും അവിടെയുണ്ട്, കാണാൻ പലതുമുണ്ട്, കേൾക്കാൻ പലതുമുണ്ട്. എന്നാൽ മരുഭൂമിയിൽ ഒന്നും കാണാനില്ല, ഒന്നും കേൾക്കാനില്ല. തർക്കിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ പറ, മരുഭൂമിയിൽ എന്തുണ്ട്? മരുഭൂമിയിൽ നിനക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യവുമില്ല. നിനക്ക് കാണത്തക്കവണ്ണമുള്ള കാഴ്ചകളൊന്നും മരുഭൂമിയിൽ ഇല്ല. ഉണ്ടോ? ദൈവം ഇറക്കിയത്, ആരാധിക്കാൻ ഇറക്കിയത് മരുഭൂമിയിലാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യരെ കാണാൻ കഴിയില്ല. അവിടെ ആശ്രയിക്കാൻ മനുഷ്യരില്ല, ആശ്രയിക്കാൻ സംവിധാനങ്ങളില്ല, ആശ്രയിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. മുൻപോട്ട് പോകണമെങ്കിൽ മുകളിലോട്ട് നോക്കണം. ദൈവത്തിന്റെ പരിശുദ്ധ പറഞ്ഞു, മുൻപോട്ട് പോകണമെങ്കിൽ മുകളിലോട്ട് നോക്കണം. ആശ്രയം ഒരിടത്ത് മാത്രം, ഉയരത്തിൽ മാത്രം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. അതാണ് ആരാധന. എന്നെ കേൾക്കുന്ന ദൈവമക്കൾ, ഞാൻ കൈകൂപ്പി പറയാം, അല്ലെങ്കിൽ കണ്ണുനീരോടെ പറയാം, ആരാധന എന്ന് പറയുന്നത് ആശ്രയം ദൈവത്തിൽ മാത്രം അധിഷ്ഠിതമാക്കുന്നതാണ് ആരാധന. മഹത്വം ദൈവത്തിന് മാത്രം. എന്നെ നടത്തുന്നത് ദൈവമാണെന്ന് വേറൊരാളെ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ലാതെ, വേറൊരു സംവിധാനത്തെ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ലാതെ, ഇന്നലെ എന്നെ നടത്തിയത്, ഇന്ന് നടത്തുന്നത്, നാളെ നടത്താൻ കഴിയുന്നത് എന്റെ ദൈവത്തിന് മാത്രമെന്ന് പറയാൻ കഴിയുന്ന ഇടമാണ് മരുഭൂമി. അവിടെ അഗ്നിസർപ്പമുണ്ട്, അവിടെ തേളുണ്ട്, അവിടെ വെള്ളമില്ലാത്ത അനുഭവങ്ങളുണ്ട്, അവിടെ വരൾച്ചയുണ്ട്, അവിടെ ഭയങ്കരമായ അനുഭവങ്ങളുണ്ട്. പക്ഷെ അതിന്റെ നടുവിൽ എന്റെ ദൈവം എന്നെ അത്ഭുതകരമായി നടത്തുന്നുവെന്ന് നിന്റെ നാവ് കൊണ്ട് നിനക്ക് പറയാൻ കഴിയുന്നെങ്കിൽ നീ നിൽക്കുന്നത് മരുഭൂമിയിലാണോ? ദേവദാസനെ, ഞാൻ ചോദിക്കട്ടെ, ഈ അടുത്ത കാലത്തെങ്ങാണ് ഒരു സാക്ഷ്യം കേട്ടിട്ടുണ്ടോ നമ്മുടെ കൂട്ടങ്ങളിൽ? പഴയ അപ്പച്ചന്മാരുടെ ഇപ്പൊ അങ്ങനല്ലേ, ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് പഴയ അപ്പച്ചന്മാർ മണ്ടത്തരം കാണിച്ചെന്നല്ലേ? അപ്പച്ചന്മാരുടെ മണ്ടത്തരങ്ങളെ ആ മണ്ടത്തരങ്ങളെയാണ് ഫേസ്ബുക്കിനകത്തൂടെ യൂട്യൂബിനകത്തൂടെ ഇങ്ങനെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പച്ചന്മാരെല്ലാം മണ്ടന്മാരായിരുന്നു. പക്ഷേ ഈ അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും സാക്ഷ്യം ഉണ്ടായിരുന്നു. എനിക്ക് 25 വർഷത്തെ പാരമ്പര്യമുള്ള പെന്തക്കോസ്തിനകത്ത്. പക്ഷെ ഞാൻ ഇറങ്ങിയ കാലഘട്ടത്തിൽ, ഞാൻ കടന്നുപോയ സഭകളിൽ, ശുശ്രൂഷിക്കാൻ കടന്നുപോയ സഭകളിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ആരാധനയുടെ നടുവിൽ, ആരാധന കഴിയുമ്പോഴൊക്കെ എഴുന്നേറ്റ് അമ്മച്ചിമാരും അപ്പച്ചന്മാരും പറയും, എന്റെ ദൈവം എന്നോട് സംസാരിച്ചു, കഴിഞ്ഞ നാളുകൾ ദൈവം എന്നെ നടത്തി, അത്ഭുതങ്ങളുടെ ദൈവത്തിന്റെ നടത്തിപ്പിന്റെ കാര്യം മാത്രമേ ദൈവത്തിൽ ആശ്രയിച്ച അവരുടെ ജീവിതത്തിൽ ദൈവം നടത്തിയ വിധങ്ങളെ കുറിച്ച് അവർ പറഞ്ഞുകൊണ്ടേയിരുന്നു. അതായിരുന്നു ഒരു സാക്ഷി വേറെ സാക്ഷ്യത്തെ ഉളവാക്കുകയായിരുന്നു. ഇന്ന് സാക്ഷ്യം സമയമില്ല. കാരണം പാട്ട് 7, എഴുന്നേറ്റ് എന്നുള്ള 5 പാട്ട്, ഇരുന്നുള്ള 3 പാട്ട്, എഴുന്നേറ്റിരിക്കുന്നവന്റെ കാല് കഴിച്ച് അവസാനം അവൻ എങ്ങനെയെങ്കിലും ഒന്ന് ഇരിക്കാൻ നോക്കുക. പാട്ടുപാടി തീർക്കുകയാണ് നമ്മുടെ കൂട്ടായ്മ. പാട്ടകത്താണ് പാട്ട്, പുറത്തെ പാട്ട് കുറച്ച് മതി.
കേൾക്കേണ്ടത് ദൈവശബ്ദമാണ്, പറയേണ്ടത് ദൈവത്തെക്കുറിച്ചുള്ള അനുഭവങ്ങളാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയില്ലോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഇഷ്ടം എനിക്ക് ദൈവം തരുന്ന കാര്യം പറയുക. എനിക്ക് കോൺഫറൻസ് സ്റ്റേജുകളല്ല എൻ്റെ സ്വപ്നം, അല്ലെങ്കിൽ കുമ്പനാട് തിരുവല്ലൊന്നും എൻ്റെ സ്വപ്നമല്ല. എൻ്റെ സ്വപ്നം ഇതാണ്, കിട്ടുന്ന അവസരങ്ങളിൽ സത്യം വിളിച്ചു പറയുക, ദൈവാത്മാ പറയുന്ന കാര്യം പറയുക. ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കിയത്, സാക്ഷ്യമില്ലാത്ത കൂട്ടായ്മകൾ. എന്നാൽ ഇവർക്ക് പറയാൻ പറ്റും, മരുഭൂമിയിലെ ഓരോ ദിവസവും അവർക്ക് പറയാൻ കഴിയുന്നത് ഞങ്ങൾക്ക് ദൈവമാണ്, 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 ഞങ്ങളെ നടത്തിയ ദൈവമാണ്, ഞങ്ങൾ നിൽക്കുന്ന ദൈവത്താലാണ്, ഞങ്ങൾ അനുഭവിക്കുന്ന നന്മകൾ ദൈവത്താലാണ്. നീ തന്നതല്ലാതെ ഞങ്ങൾക്ക് ഒന്നുമില്ല, നീ അല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല. ദൈവം ഇതാണ് മരുഭൂമിയുടെ അനുഭവം. അഗ്നിസർപ്പത്തിന്റെ അനുഭവത്തിൽ ജീവിതത്തിൽ വെളിപ്പെടാതെ, തേളിന്റെ കുത്തലുകൾ വെളിപ്പെടാതെ, അല്ലെങ്കിൽ വരൾച്ചയുടെ അനുഭവങ്ങൾ വെളിപ്പെടാതെ ദൈവം ഞങ്ങളെ നടത്തി. ഈ സാക്ഷ്യം ഇന്നുണ്ടോ? ഞാൻ നിങ്ങളോട് ചോദിക്കുക, സാക്ഷ്യമുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ അടുത്ത കാലത്ത് കാണാൻ ദൈവം എന്നെ നടത്തി, ദൈവത്തിന്റെ അനുഭവങ്ങളെക്കുറിച്ച്, ദൈവം നടത്തിയ വിധങ്ങളെക്കുറിച്ച് പൊതുമധ്യത്തിൽ പറയുന്ന ഏതെങ്കിലും സാക്ഷ്യങ്ങൾ നിങ്ങൾ കേൾക്കാറുണ്ടോ? എവിടെ പോയി സാക്ഷ്യങ്ങൾ? അതും അപ്പച്ചന്മാരുടെ മണ്ടത്തരമായിരുന്നോ? സാക്ഷ്യത്തിന് സമയം വെറുതെ കളയുക ഇല്ലേ? അന്ന് പ്രബോധനങ്ങൾ ഉണ്ടായിരുന്നു, നല്ല അനുഭവമുള്ള അപ്പച്ചന്മാരുടെ പ്രബോധനങ്ങൾ ഉണ്ടായിരുന്നു. അതിനകത്ത് കുഴപ്പങ്ങളും ഉണ്ടാകാം, പക്ഷെ 100-80 പ്രബോധനങ്ങൾ നല്ലതായിരുന്നു. 20 പോട്ടെ, അത് കർത്താവിന്റെ കൂടെ 12 ഒന്നും പോയില്ലേ, അത് വിഷയമല്ല. അപ്പൊ ശ്രദ്ധിക്കണം, ദൈവത്താൽ നടത്തപ്പെടുകയാ. ദൈവത്താൽ നടത്തപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദൈവസാരത്തിന് കീഴിലാകുമ്പോൾ ദൈവദാസന്മാരെ പ്രതീക്ഷിക്കാത്ത ഇടത്തുനിന്ന് അത്ഭുതങ്ങൾ വെളിപ്പെടുകയായിരുന്നു. ഒന്ന്, ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ നടന്നത് മരുഭൂമിയിലാണ്. ഏറ്റവും വലിയ അത്ഭുതങ്ങൾ നടന്നത് മരുഭൂമിയിലാണ്. ചെങ്കടൽ മാറിയത് മരുഭൂമിയിലാണ്. ദേവദാസി ഭാര്യ പോലെ യെരിഹോ കോട്ടകൾ തകർന്നത് മരുഭൂമിയിലാണ്. യോർദാൻ പിൻവാങ്ങിയത് മരുഭൂമിയിലാണ്. പ്രതീക്ഷിക്കാത്ത അത്ഭുതങ്ങൾ നടന്നത് മരുഭൂമിയിലാണ്. നിനക്കുള്ളതുകൊണ്ട് ദൈവം നിന്നെ തൃപ്തിപ്പെടുത്തിയത് മരുഭൂമിയിലാണ്. അങ്ങനെ വാക്യമില്ല, അങ്ങനെ വാക്യമുണ്ട്. ആവർത്തന പുസ്തകം 29-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ എന്താണ്? അവർ ഉടുത്തിരുന്ന വസ്ത്രം ജീർണിച്ചില്ല, കാലിലെ ചെരുപ്പ് പഴകിയില്ല. കണ്ടോ? എവിടെ നടക്കുന്നത്? മരുഭൂമി, ചുട്ടുപഴുത്ത മരുഭൂമിയിൽ. 1-2 വർഷമല്ല, 40 വർഷം വരെ നടക്കുമ്പോൾ പുസ്തകം പറഞ്ഞു അവരുടെ ഉടുത്തിരുന്ന വസ്ത്രം ജീർണിച്ചില്ല, അവരുടെ കാലിലെ ചെരുപ്പ് പഴകിയില്ല. കണ്ടോ? നിനക്കുള്ളത് കൊണ്ട് നിന്നെ തൃപ്തിപ്പെടുത്തി നടത്താൻ ദൈവത്തിന് കഴിയും. ഇന്ന് ഈ സമയത്ത് രാത്രിയും പകലുമായി എന്നെ കേൾക്കുന്ന ചിലരെ നോക്കിയോണ്ട് ദൈവത്തിന്റെ ആത്മാവ് ദൂത് വിളിച്ച് പറയുകയാണ്, പ്രവചനാത്മാവ് പറയുകയാണ്, ആളുകൾ നീ ഭാരപ്പെടാതെ, ആളുകൾ നിനക്ക് അതില്ല ഇതില്ലെന്ന് ഓർത്ത് നീ ഭാരപ്പെടാതെ, അവർക്കുള്ളത് എനിക്ക് കിട്ടി ഭാരപ്പെടാതെ, നിനക്കുള്ളത് കൊണ്ട് നിന്നെ തൃപ്തിപ്പെടുത്തി നടത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ട്, ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്തോട്ടെ. ഇന്ന് നിനക്കുള്ള ജോലി കൊണ്ട് നിന്നെ തൃപ്തിപ്പെടുത്തി നടത്താൻ, ഇന്ന് നിനക്കുള്ള ആരോഗ്യം കൊണ്ട് നിന്നെ തൃപ്തിപ്പെടുത്തി നടത്താൻ ദൈവത്തിന് കഴിയും. അത് മാത്രമല്ല, പ്രതീക്ഷിക്കാത്ത ഇടത്തുനിന്ന് ദൈവത്തിന്റെ അത്ഭുതം വിളിച്ചു വരുത്തി തരാൻ ദൈവത്തിന് കഴിയും. ആരാധിക്കുന്ന ദൈവമക്കൾ, സമയം പോയെന്ന് എനിക്കറിയില്ല, ഞാൻ തുടങ്ങിയതേ ഉള്ളൂ. ആരാധിക്കുന്ന ദൈവമക്കൾ എന്ന് കേട്ട ദൈവം പറയുകയാണ്, ഞാൻ മേഘമായിട്ട് മുകളിലുണ്ട്, ഞാൻ മുൻപോട്ട് പോകുമ്പോൾ നിങ്ങൾ എന്റെ പുറകെ വന്നാൽ മതി, അതാണ് നിങ്ങളുടെ വഴി. താഴത്തെ വഴിയില്ലായ്മയൊന്നും നിങ്ങളുടെ വിഷയമല്ല. മുകളിലോട്ട് നോക്കി നടക്കുന്നവന് വഴിയുണ്ട്, കാരണം ദൈവമാണ് അവന്റെ വഴി. ഞാൻ നിൽക്കുമ്പോൾ, മേഘം നിൽക്കുമ്പോൾ നിങ്ങൾ അവിടെ കൂടാരം അടിച്ച് അവിടെ പാർക്കണം. കണ്ടോ? കണ്ടത് ഇതില് എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും ദൈവ സാന്നിധ്യം കാണാൻ കഴിയും, ഏത് സമയത്തും ദൈവത്തെ കാണാൻ കഴിയും, ഏത് സമയത്തും ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ കഴിയും. രാത്രിയോ പകലെന്നോ വിഷയമില്ലാതെ നോക്കിയിട്ട് ദൈവത്തെ കാണാൻ കഴിയുന്ന അനുഭവമാണ് ആരാധന. അങ്ങനെ കൂടാരം അടിക്കുന്നതിന് വേണ്ടി ദൈവം എന്തോ ചെയ്തതെന്നറിയാമോ? ആരാധനയുടെ അനുഭവത്തിൽ കൂടാരം അടിച്ച് ദൈവസാന്നിധ്യത്തിന് കീഴിൽ പാർക്കുന്നതിന് വേണ്ടി ദൈവം എന്താ ചെയ്തതെന്നറിയാമോ? ദൈവം ചെയ്തത് മന്ന കുടിക്കുന്നു. അടുത്ത വാക്ക്, നാളെ പ്രതീക്ഷിക്കാത്ത ഇടത്തുനിന്നും പ്രതീക്ഷിക്കാത്ത ഒരു അത്ഭുതം. ഓ റീഖാമന ശബ്ദനാഥല്ല. ഇന്ന് പകൽക്കാലവും രാത്രി എന്നെ കേൾക്കുന്ന ചിലരുടെ ജീവിതത്തിൽ നീ പ്രതീക്ഷിക്കാത്ത ചില അത്ഭുതങ്ങൾ നിന്റെ മുൻപിലേക്ക് വെളിപ്പെടുത്തി നിന്നെ സഹായിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുക. എത്ര പേരത് സ്വീകരിക്കുന്നുണ്ട്? നീ ആഗ്രഹിക്കുന്നതിന് അപ്പുറമായിട്ടൊരു അത്ഭുതം ഈ ദിവസങ്ങളിൽ നന്മയ്ക്കായ ഒരു അടയാളമായി ഇത് വെളിപ്പെടാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ.
അതാണ് വചനം പറയുന്നത്. അവർ കൂടാരം അടിച്ച് അവിടെ പാർക്കുമ്പോൾ ദൈവം അടങ്ങിയിരുന്നില്ല. ദൈവം എന്താ ചെയ്യുന്നറിയാമോ? ദൈവം അങ്ങ് കടലിന്റെ അടിത്തട്ടിൽ ആഴത്തിൽ പാഞ്ഞുപോയ ഒരു ലിവ്യാഥാൻ എന്ന് പറയുന്ന മഹാമത്സ്യത്തെ അവിടെ പോയി തകർത്തു. തകർത്തതിന്റെ മാംസകഷണങ്ങൾ വെള്ളത്തിന് മുകളിലേക്ക് പൊങ്ങി വന്നപ്പോൾ ദൈവം ഇറങ്ങിച്ചെന്ന് അതിന് ചിറക് വെച്ചു കൊടുത്തു. ആ ചിറക് കിട്ടിയത് അത് ഇഷ്ടമുള്ളിടത്തേക്ക് പറക്കാൻ ഭാവിച്ചപ്പോൾ ദൈവം എന്ത് ചെയ്തു? അവൻ ഊതി, അങ്ങനെ പുസ്തകം പറഞ്ഞു, അവൻ ഊതി ഒരു കാറ്റടിപ്പിച്ചു. സംഖ്യാപുസ്തകം 11:31 അവൻ ഊതി ഒരു കാറ്റടിപ്പിച്ചു. ആ കാടപ്പക്ഷി എന്ത് ചെയ്തു അറിയാമോ? അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കണമെന്ന് ആഗ്രഹിച്ച കാടപ്പക്ഷിയെ, ഇല്ലില്ല, നിനക്ക് വേണ്ടിയുള്ള അത്ഭുതം വേറെ ഒരിടത്തേക്ക് പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ആത്മാവിൽ ഞാൻ പറയുന്നു, നിനക്ക് വേണ്ടി വെളിപ്പെടുത്തിയ അത്ഭുതത്തെ വേറൊരു ഭാഗത്തേക്ക് പറന്നു മാറിപ്പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നീ ഇരിക്കുന്ന ഇടത്തത് കൊണ്ടുവന്ന് നിന്റെ കൺമുൻപിൽ തരാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാ. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ചത് ഏറ്റെടുത്താട്ട് ഇന്ന് ഈ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, അത് നിനക്ക് വേണ്ടി തമ്പുരാൻ ഒരുക്കിയത്, വിളിച്ചു വരുത്തിയത്, ഉളവാക്കിയ ചില അത്ഭുതങ്ങൾ ഈ ദിവസങ്ങൾ നിന്റെ കൺമുൻപിൽ വെളിപ്പെടാൻ പോകുന്ന ദിവസങ്ങളാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാ. ഏറ്റെടുക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. മാംസകഷണങ്ങൾക്ക് ചിറക് വെച്ചു കൊടുത്തപ്പോൾ, ജീവൻ പ്രാപിച്ചപ്പോൾ അത് എല്ലായിടത്തേക്കും പറക്കാൻ തുടങ്ങി. പക്ഷെ ദൈവം എന്തോ ഇതറിയാമോ? ഊതി, പുസ്തകം പറഞ്ഞ അങ്ങനെയാണ്, സംഖ്യാപുസ്തകം 11:31 അവൻ ഊതി ഒരു കാറ്റടിപ്പിച്ച്, അനന്തരം യഹോവ അയച്ച ഒരു കാറ്റ് വീശി കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്ന് എവിടെ എത്തിച്ചതറിയാമോ? ആ വാക്ക് എനിക്ക് ഇഷ്ടമാണ്, പാളയത്തിൽ എത്തിച്ചു. ഏത് പാളയത്തിൽ? നീ എവിടെയാണോ പാളയമടിക്കാൻ ദൈവം പറഞ്ഞത്, നീ എവിടെയാണോ ദൈവസാരത്തിന്റെ കീഴിലായിരിക്കുന്നത്, എവിടെയാണോ നിന്റെ ഭവനമായിരിക്കുന്നത്, അവിടെ നീ അന്വേഷിച്ച് നടക്കാനല്ല പറഞ്ഞത്, നീ തേടിപ്പോകാനല്ല പറഞ്ഞത്, നീ അനുഗ്രഹത്തിന്റെ പുറകെ പോകാനല്ല പറഞ്ഞത്. അത് നീ ഇരിക്കുന്ന ഇടത്ത്, നീ ഇരിക്കുന്ന പാളയത്തിൽ ആരാധിക്കുന്ന ഇടത്ത് നിന്റെ കൺമുൻപിൽ ആ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയ അത്ഭുതങ്ങളെ വെളിപ്പെടുത്തി തരാൻ കഴിവുള്ള കരുത്തുറ്റ ദൈവമാണ് എന്റെ ദൈവം എന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. വചനത്തോടെ പ്രതികരിക്കുക ദൈവം ഇതിലേ. അതാണ് നിന്റെ അത്ഭുതം. അത്ഭുതം കൺമുൻപിൽ വന്ന് നിൽക്കുക. ആരുടെ മുൻപിലാണ് നിൽക്കുന്നത്? മന്നതെന്ന്, മല്ലന്മാരുടെ ഭോജനമായ ഉയരത്തിൽ നിന്നുള്ള മന്നതെന്ന് ബലപ്പെട്ട് നിൽക്കുന്ന ഇസ്രായേൽ മക്കളുടെ മുൻപിൽ അതിപ്പോൾ കാണുന്നത് അതിൽ കാടപ്പക്ഷി പറക്കുകയാ, ജീവനുള്ളത് പറക്കുകയാ. നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ചില ജീവനുള്ള അത്ഭുതങ്ങൾ, ചലിക്കുന്ന അത്ഭുതങ്ങൾ, നിന്നെ മുൻപോട്ട് ബലപ്പെടുത്തുന്ന ചില അത്ഭുതങ്ങൾ ഈ ദിവസങ്ങളിൽ നിന്റെ കൺമുൻപിൽ വെളിപ്പെടുത്തി നിന്നെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് പറയുക. കരയാതെ നിരന്തരമായി തോറ്റുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളിൽ ആളുടെ ജയത്തിന്റെ ചില പേപ്പറുകൾ നിന്റെ മുൻപിൽ വെളിപ്പെടാൻ പോകുകയാണെന്ന് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുക. നഷ്ടപ്പെട്ടു എന്ന് നീ കരുതിയ ചില മറുപടികൾ, ചില ഇന്റർവ്യൂകൾ നിനക്ക് വേണ്ടി തിരികെ കൊണ്ടുവന്ന് നിന്റെ കൺമുൻപിൽ തരാൻ പോകുകയാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് പറയുക. വിശ്വസിച്ച് ഏറ്റെടുക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഈ ദിവസങ്ങളിൽ നീ പ്രതീക്ഷിക്കാത്ത അത്ഭുതങ്ങൾ, നിനക്ക് വേണ്ടി തമ്പുരാൻ ഉളവാക്കിയ അത്ഭുതങ്ങൾ, നിനക്ക് വേണ്ടി വിളിച്ചു വരുത്തുന്ന നീ പാർക്കുന്ന ഇടത്ത്, നീ ഇരിക്കുന്ന ഇടത്ത് നിന്റെ മുൻപിൽ കൊണ്ടുവന്ന് തരാൻ അത് നിന്റെ ഫോൺ കോളായി, അത് തപാലായി, ഒരു മെയിലായി നിന്റെ മുൻപിൽ വരാൻ പോകുകയാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാ ദൂത് പറയുക. വിശ്വസിച്ച് ഏറ്റെടുക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. നിരന്തരമായ തോൽവികൾ ഇല്ല, അത് ജയത്തിലേക്ക് ദൈവം കൊണ്ടുവരാൻ പോകുകയാണോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ചിലരുടെ മുമ്പിൽ നിൽക്കാൻ കഴിയാത്ത അനുഭവങ്ങളുടെ മുൻപിൽ നിന്റെ തല ഉയർത്തിപ്പിടിച്ച് നിർത്തുന്ന അനുഭവങ്ങളിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരാൻ പോകുകയാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുക. വിശ്വസിച്ച് ഏറ്റെടുക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവ് നന്നായി, എനിക്ക് വലിയ ഇഷ്ടമാണ് നിങ്ങളിവിടെ ശുശ്രൂഷിക്കുന്നത്. ഞാൻ നിങ്ങൾ ഒരുവനായി ശുശ്രൂഷിക്കും. കാരണം ഇവിടെ ആത്മാവിന്റെ വലിയ ചലനമുണ്ട്. അന്യഭാഷയിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുക, ആത്മാവിൽ ആരാധിക്കുന്നിടത്ത് ആത്മാവിന്റെ വലിയ ചലനമുണ്ട്. അതിനോട് ചേർന്ന് നിന്നാൽ മതി, ആത്മാവ് ചലിപ്പിച്ചുകൊണ്ടിരിക്കും. സന്തോഷമുള്ളവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാൻ ഭാഗം കഴിഞ്ഞു. ഇങ്ങനെ ദൈവത്താൽ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന ഇസ്രായേൽ ജനം സ്വല്പം കഴിഞ്ഞുമ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? ദൈവത്തിൽ നിന്ന് അകലുകയാ. ഇരമ്യാവിന്റെ പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിന് പറ്റിയ അബദ്ധം എന്താണെന്നറിയാമോ? അവർ ജീവന്റെ ഉറവയായ ദൈവത്തെ ഉപേക്ഷിച്ചു. ഈ നന്മയൊക്കെ കിട്ടി, അനുഗ്രഹമൊക്കെ കിട്ടി, ഇപ്പൊ എല്ലാ ക്രമീകരണം എല്ലാം ആയി കഴിഞ്ഞപ്പോ അതിൽ പുസ്തകം പറഞ്ഞു അവർ ജീവജലത്തിന്റെ ഉറവയായ ദൈവത്തെ ഉപേക്ഷിച്ച് അവരിപ്പൊ കുഴിക്കുന്നതെന്ന് പറഞ്ഞാൽ പൊട്ടക്കിണറുകളെ, വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളെ കുഴിക്കാൻ തുടങ്ങി. ആശ്രയം മാറി. അതിനു മുന്നോടിയായി പുരോഹിതന്റെ കണ്ണുമങ്ങി. അടുത്ത പുരോഹിതനാകേണ്ട തലമുറകൾ ദൈവത്തിനെതിരെ പാപം ചെയ്തു, ദൈവത്തെ കോപിപ്പിച്ചു. 5-ാം അധ്യായം മുതൽ അങ്ങോട്ട് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പെട്ടകം അവരുടെ ശക്തിയായിരുന്നു, പെട്ടകം അവരുടെ ബലമായിരുന്നു.
ദൈവസാന്നിധ്യം ഇവിടെ ബലമായിരുന്നത് പെട്ടെന്ന് പെട്ടകത്തെ നിന്ന് മാറി ആൾറെഡി അവരിപ്പോ പല ഭാഗങ്ങളിലേക്ക് ദൈവകോപത്തിലേക്ക് തിരികെയാ. ഞാൻ പെട്ടെന്ന് സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോകാം. ദൈവം മോശ കഴിഞ്ഞു, യോശുവായ കഴിഞ്ഞു, അത് കഴിഞ്ഞ് ന്യായപാലനം ചെയ്യുവാൻ ന്യായപാലകന്മാരെ എഴുന്നേൽപ്പിച്ചു, പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചു. അവരിലൂടെ ദൈവജനത്തെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിച്ചത്? പുരോഹിതന്മാരുടെ കണ്ണുമങ്ങി, തെറ്റിനെതിരെ പ്രതികരിക്കുന്നില്ല. ശ്രദ്ധിക്കണം, കേൾക്കുന്നുണ്ടോ? തെറ്റിനെതിരെ പ്രതികരിക്കുന്നില്ല. ഏലി പുരോഹിതന്റെ കുഴപ്പം എന്തായിരുന്നു? കണ്ണുമങ്ങി എന്ന് പറഞ്ഞ കാര്യം എന്താ? സ്വന്തം മക്കൾ എന്ന് പറഞ്ഞ അടുത്ത തലമുറ പാപം ചെയ്യുമ്പോ, തെറ്റ് ചെയ്യുമ്പോ, ദൈവത്തെ കോപിപ്പിക്കുമ്പോ, ആ ഭാഗമൊക്കെ ഭയങ്കരമായിട്ട് 5 6 ഒക്കെ വായിച്ചാൽ സമയം എടുക്കാൻ ഒത്തിരി സമയമില്ല. ആ ഭാഗത്ത് കാണാം, ദൈവത്തെ കോപിപ്പിക്കുക, ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന അവരിലേക്ക് വലിച്ചെടുക്കുകയാ, മഹത്വം അവരിലേക്ക് ഹോമയാഗം അർപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ മുഴുവനായി മൃഗത്തെ കരിക്കേണ്ടത്, ദൈവത്തിന് പകർന്നു കൊടുക്കേണ്ടത്, അതിന്റെ മുപ്പല്ലി കൊണ്ട് അതിനകത്തുനിന്ന് നല്ല ഭാഗങ്ങൾ വലിച്ചെടുക്കുക. ഇന്നും അതല്ലേ സംഭവിക്കുന്നത്? മഹത്വം ദൈവത്തിന് കൊടുക്കേണ്ട ഇടത്ത് സ്വയത്തിലേക്ക് വലിച്ചെടുക്കുന്ന എത്രയോ ദൈവദാസന്മാരുടെ ശുശ്രൂഷകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ശുശ്രൂഷ വലുതാ, പക്ഷേ മഹത്വം എങ്ങോട്ടാ പോകുന്നത്? മഹത്വം അവരിലേക്കാണ്. കോൺഫറൻസ് ആയാലും കൺവെൻഷൻ ആയാലും അയ്യോ ഒന്ന് കഴിയണം. ദൈവദാസന്മാരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കാണണം. ശുശ്രൂഷിച്ച ദൈവദാസന്റെ കൂടെ നിന്നുള്ള ഫോട്ടോ നല്ല ഫോട്ടോ എടുക്കുന്ന കുഴപ്പമൊന്നുമില്ല, പക്ഷേ അത് പ്രദർശിപ്പിക്കുമ്പോൾ അതിനകത്തൂടെ വെളിപ്പെടുന്ന ഒരു മഹത്വത്തിന്റെ പോക്കുണ്ടോ? എന്നോട് ദൈവം പറഞ്ഞു, എടാ പോകുന്ന പോക്ക് കണ്ടോ, വലിച്ചെടുത്തോണ്ട് പോകുന്ന പോക്ക് കണ്ടോ? സൂപ്പർ സ്റ്റാറുകളുടെ പുറകെയായി പോയിരിക്കുക. സൂപ്പർ സ്റ്റാർ സാധാരണ ഒരു പാവം പിടിച്ചൊരു പാസ്റ്റർ വന്ന് ആരെങ്കിലും മൈൻഡ് ചെയ്യുന്നുണ്ടോ? ഹലോ, വീട്ടിൽ വിളിച്ചോണ്ട് പോകാൻ ആർക്കെങ്കിലും ധൃതിയുണ്ടോ? ഭക്ഷണം കൊടുക്കാൻ ധൃതിയുണ്ടോ? ഒരു $100 കൈ വെച്ച് കൊടുക്കാൻ ധൃതിയുണ്ടോ? ഇല്ല. എന്നാ ചിലരെ വലിച്ചുകൊണ്ട് പോകാനുള്ള ധൃതികൾ കണ്ടോ? ക്യൂ നിൽക്കുന്നത് കണ്ടോ? എന്താ? മഹത്വം പൊയ്ക്കൊണ്ടിരിക്കുക. കുഞ്ഞെ, മഹത്വം പൊയ്ക്കൊണ്ടിരിക്കുക. ദൈവാസനെ മഹത്വം പൊയ്ക്കൊണ്ടിരിക്കുക. എളിയവനെ ആദരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അനർത്ഥ ദിവസത്തിൽ ദൈവം അവനെ വിടുവിക്കും. അവന്റെ കിടക്ക ദൈവം മാറ്റിവിരിക്കും. ഒത്തിരി ഉപവാസവും പ്രാർത്ഥനയൊന്നും വേണ്ട. നീ ഓർക്കണം, നിന്നേക്കാൾ താഴ്ചയുള്ള ഒരുവനെ കാണുമ്പോൾ കണ്ണു മാറ്റിപ്പോകരുത്. ഞാൻ ആ ഭാഗം വിടുക. എൻ്റെ ഭാര്യ പറഞ്ഞു, എപ്പോഴും നിങ്ങൾ ഇത് തന്നെ പറയുന്നു. ഞാൻ പറഞ്ഞു, എനിക്കിതേ പറയാനുള്ളൂ. മഹത്വം പോകരുത്. മഹത്വം ദൈവത്തിനാണ്. ഞാനിവിടെ മരിച്ചവരെ ഉയർപ്പിച്ചാലും, പാസ്റ്റർ എബ്രഹാം മറ്റത്തിൽ മരിച്ചവരെ ഉയർപ്പിച്ചാലും എന്നിലേക്കല്ല അടുപ്പിക്കേണ്ടത്, ദൈവത്തിങ്കിലേക്കാണ്. എന്നിലൂടെ അത് ചെയ്യിപ്പിച്ചത് ഒരു ദൈവമാണെന്ന് വാഗുണ്ട് വിളിച്ചു പറയണം. ഇവിടെ ശ്രദ്ധിച്ചാട്ടെ, ഇവിടെ മഹത്വം നഷ്ടപ്പെടുകയാണ്. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം വലിച്ചെടുക്കുകയാണ്. ആ തെറ്റിനെതിരെ പ്രതികരിക്കുന്നില്ല ഏലി. ചെയ്ത കുറ്റം എന്താന്ന് ചോദിച്ചാൽ, എലി നല്ല മനുഷ്യനാണ്, പക്ഷെ ഏലി ചെയ്ത കുറ്റം എന്താന്ന് ചോദിച്ചാൽ തെറ്റും ശരിയും ബോധ്യപ്പെടുത്തി കൊടുക്കുന്നില്ല. എന്താ പുരോഹിതന്മാരുടെ കടമ? ഈ പുസ്തകം പഠിപ്പിക്കുന്ന പുരോഹിതന്റെ കടമ മലിനവും നിർമ്മലവുമായത് വേർതിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒരു പാസ്റ്ററുടെ കടമ, പുരോഹിതന്റെ കടമ, ദൈവമക്കളുടെ കടമ. ഹേട്ട് അയ്യോ അങ്ങനെയൊന്നും പ്രസംഗിക്കരുത്, പ്രസംഗിച്ച സ്റ്റേജ് കിട്ടില്ല. സ്റ്റേജ് വേണ്ട, ദൈവം ഉണ്ട് കൂടെ. ഏലി അത് ചെയ്തില്ല. അതുകൊണ്ട് എന്ത് പറ്റി? പെട്ടകം പിടിക്കപ്പെട്ടു. ഫെലിസ്തീനുമായി യുദ്ധമുണ്ടായി. 4000 പേര് നമ്മുടെ കൂടെയുള്ളവർ നഷ്ടപ്പെട്ടു. അടുത്തത് 30 ദൈവ പെട്ടകമുള്ള. ഇപ്പോഴും ആരാധനയ്ക്ക് ഒരു കുഴപ്പമില്ല, പാട്ടിന് കുഴപ്പമൊന്നുമില്ല, ആർപ്പിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ തോറ്റു പോകുക. 4000 പോകുന്നു, അടുത്തത് 30,000 പോകുന്നു. നഷ്ടങ്ങളുടെ കണക്ക്. പെട്ടകം പിടിക്കപ്പെട്ടു. പെട്ടകത്തിന് ശക്തി കുറഞ്ഞിട്ടില്ല കേട്ടോ. ദാഗോന്റെ ക്ഷേത്രത്തിൽ ശത്രുക്കൾ കൊണ്ടുപോയി വെച്ചപ്പോ അവിടെ ദൈവത്തിന്റെ പെട്ടകം ചലിച്ചു. പെട്ടകത്തിന് ശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിന് ശക്തി കുറഞ്ഞിട്ടില്ല കേട്ടോ. നമ്മുടെ വീഴ്ചകൾക്കകത്തൊന്നും ദൈവത്തിന് ശക്തി കുറഞ്ഞിട്ടില്ല. ദൈവം ഇന്നും ശക്തിയുള്ള ദൈവമാണ്. അങ്ങനെ പെട്ടകം തിരിച്ചു കൊണ്ടുവന്നു. നോക്കിയാണ് പെട്ടകം തിരിച്ചു കൊണ്ടുവന്നു. അപ്പൊ ശമൂവേൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇസ്രായേൽ മക്കളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതുകൂടെ പറഞ്ഞ് ഞാൻ നിർത്താം, എന്റെ വിഷയത്തിലേക്ക് വന്നിട്ടില്ല. ശമൂവേൽ പറയുകയാണ്, 7-ാം അധ്യായത്തിനകത്ത് പറയാണ്, അപ്പോൾ ശമൂവേൽ എല്ലാ ഇസ്രായേൽ ഗൃഹത്തോടും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിലേക്ക് തിരിയുന്നുവെങ്കിൽ. അപ്പം പാട്ടും നൃത്തവും ഒക്കെ എങ്ങനെയായിരുന്നു? ഹൃദയമില്ലാതാ. അതാണ് യിരെമ്യാവിന്റെ പുസ്തകത്തിൽ പറഞ്ഞത്, ഈ യെശയ്യാവിൽ പറയുന്നത്, ഈ ജനം അധരം കൊണ്ട്, വായ് കൊണ്ടും അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, ഇവിടെ ഹൃദയം കൊണ്ട് എന്നോട് അവർ അകന്നിരിക്കുന്നു.
കണ്ടോ? എന്താ ഇന്ന് പാട്ടുണ്ടോ? പാട്ടേ ഉള്ളൂ. പ്രസംഗമുണ്ടോ? പ്രസംഗമേ ഉള്ളൂ. പക്ഷേ ഇതെല്ലാം എന്തുകൊണ്ടാ? നാവ് കൊണ്ടാ, വാ കൊണ്ടാ, ഹൃദയം കൊണ്ടല്ല. എന്നോട് അകന്നിരിക്കുന്നു. ദൈവം ഇതിലെ ഹൃദയമാണ് ദൈവത്തിന് വേണ്ടത്. ആത്മീയ ഗോളത്തിൽ ഹൃദയത്തിനാണ് പ്രാധാന്യം. രക്ഷിക്കപ്പെടുന്നത് ഹൃദയം കൊണ്ടാണ്. ഹൃദയത്തിൽ വിശ്വസിച്ച് വാ കൊണ്ടേറ്റു. ഹൃദയമാണ് വിഷയം. ഹൃദയമില്ലാത്ത വാ ദൈവത്തിന് വേണ്ട. ഒരു ശാസ്ത്രി വന്ന് യേശുവിനോട് ചോദിക്കുന്നുണ്ട്, ഏതാണ് വലിയ കൽപ്പന പരീക്ഷിക്കാൻ ചോദിച്ചു. അപ്പൊ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തി. ആദ്യം പറഞ്ഞെന്താ? പൂർണ്ണ ഹൃദയത്തോടെ. ഹൃദയമില്ലാതെ ശക്തിയില്ല, ഹൃദയമില്ലാതെ ഒന്നുമില്ല, താഴോട്ടുള്ള ഒന്നുമില്ല. നമ്പർ 1 ഹൃദയമാണ്. സന്തോഷമുള്ളവർക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം. ഞാൻ നിർത്താം, സമയം മുൻപോട്ട് പോകാൻ തോന്നുന്നു. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വന്നില്ല. ശ്രദ്ധിക്കുക ദൈവം ഇതിലെ. നമ്മുടെ ഹൃദയം ദൈവത്തിൽ പകരണം. പ്രാർത്ഥന ഹൃദയം കൊണ്ട്. അന്ന പ്രാർത്ഥിച്ചത് അവർ ഹൃദയത്തും കൊണ്ട് സംസാരിച്ചു എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനെ കുറിച്ച് പറയുന്നത് അവരുടെ പ്രമാണം വരുന്നത്, അവരുടെ ഉപദേശം വരുന്നത് അവരുടെ ഹൃദയത്തിനാണ്. ഞങ്ങൾ രാജാവിന്റെ ഭക്ഷണം കൊണ്ടും രാജാവ് തരുന്ന പാനീയം കൊണ്ടും ഞങ്ങളെ തന്നെ അശുദ്ധമാക്കുകയില്ല എന്നവർ ഹൃദയത്തിൽ തീരുമാനിച്ചു, നിശ്ചയിച്ചു. എവിടെ? ഹൃദയത്തിൽ എന്ന് പറഞ്ഞാൽ ഉപദേശം ഇരുന്നത് പുസ്തകത്തിലല്ല, ഉപദേശം വരുന്നത് പുൽപ്പറ്റിലല്ല, ഉപദേശം വരുന്നത് പള്ളിയിലല്ല, ഉപദേശം വരുന്നത് അവരുടെ ഹൃദയത്തിൽ. പ്രാർത്ഥന ഹൃദയത്തിലാണ്. ആരാധന ഹൃദയം പകരുന്നതാണ് പ്രാർത്ഥന. ഹന്ന ഹൃദയം പകർന്നു, അതാണ് പ്രാർത്ഥന. ശബ്ദം വേണ്ട. ആരാധന ഹൃദയത്തിൽ നിന്നാണ്, പൂർണ്ണ ഹൃദയത്തോടെ. ആദ്യ ഉപദേശം പൂർണ്ണ ഹൃദയത്തിനകത്താണ് ഇരിക്കേണ്ടത്. ഓക്കെ, ഇവിടെ അങ്ങനെ നിരന്തരമായി തോറ്റുകൊണ്ടിരുന്നപ്പോൾ നോക്കിയിട്ട് ശമൂവേൽ കാര്യം പറഞ്ഞു. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെങ്കിലേക്ക് തിരിയണം. അന്യ ദൈവങ്ങളെയും അസ്തോരോസ് പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നീക്കിക്കളഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയിലേക്ക് തിരിക്കുക. അവനെ മാത്രം സേവിക്കുകയും ചെയ്യുക. ജയിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, ദൈവത്തെങ്കിലേക്ക് തിരിയണം. ആവശ്യമില്ലാത്ത എല്ലാം എടുത്ത് കളയണം. ശ്രദ്ധ ദൈവത്തെങ്കിലേക്ക് തിരിക്കണം. ദൈവത്തിലേക്ക് ശ്രദ്ധ തിരിക്കാൻ കഴിയാത്ത മറ്റ് കാഴ്ചകളെ എല്ലാം മാറ്റിക്കളയണം, മറ്റ് കേൾവികളെല്ലാം മാറ്റിക്കളയണം. ശ്രദ്ധ, ഫോക്കസ് ദൈവത്തിൽ മാത്രമായിരിക്കണം. ദൈവം ഇതിലെ അവിടെ ജയമുണ്ട്. 4000 പോയ ചരിത്രം മറക്ക്, 30,000 തകർന്നു പോയ ചരിത്രം മറക്ക്. അവരും ഇവിടും വീടും ചരിത്രം മകർക്ക്. എന്റെ ഇടതുവശത്ത് 1000 പേരും വലതുഭാഗത്ത് 10,000 പേരും വീഴും. അതൊക്കെ മറക്ക്. എങ്കിലും അവൻ നിന്നോട് അടുത്ത് വരത്ത തിരുതിൽ നീ ദൈവത്തിലേക്ക് ദൈവം നിന്നെ ജയത്തിലേക്ക് നടത്തും. അങ്ങനെ ഇസ്രായേൽ മക്കൾ ജയിച്ചു. അവർ ക്രമീകരണം പ്രാപിച്ചപ്പോൾ ഇസ്രായേൽ മക്കൾ ജയിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, യോ ശമൂവേൽ ഉള്ളത് കൊണ്ടാ. ശ്രദ്ധിക്കണേ, ഞാൻ ദൂത് പറഞ്ഞു, ശമൂവേൽ ഉള്ളത് കൊണ്ടാ, നീ ഉള്ളത് കൊണ്ടാ ഞങ്ങൾ ജയിച്ചെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരുടെ ശമൂവേലിനെ ഉയർത്താൻ തുടങ്ങിയപ്പോൾ ശൗൽ എല്ലാവരെയും വിളിച്ചു കൂട്ടി, മിസ്പയിൽ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ജനത്തിന് മുമ്പിൽ ചോദിച്ച 2 കൈ ഉയർത്തി പറയുകയാണ്, ഇതാണ് ഒരു ദൈവദാസന്റെ ലക്ഷണം, അതാകണം. പ്രസംഗിക്കുന്നവന്റെ ലക്ഷണം അതാകണം. മഹത്വം എന്തോ ചെയ്യണം? മഹത്വം ഇങ്ങോട്ട് വലിച്ചെടുക്കാതെ മഹത്വം എന്തോ ചെയ്യണം? വെളിയിലോട്ട് കൊടുപ്പിക്കണം. എല്ലാവരും പറഞ്ഞു, ശമൂവേലേ നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ്, നിന്റെ പ്രാർത്ഥന നിർത്തല്ലേ, നീ പ്രാർത്ഥിച്ചതാണ് ഞങ്ങൾ ജയിക്കാൻ കാരണം. അപ്പൊ ശമൂവേൽ എല്ലാവരെയും വിളിച്ചുകൂട്ടി എല്ലാവരുടെയും വിളിച്ചു പറയാണ്, അല്ലല്ലല്ല, ഇത്രത്തോളം ഞാൻ അല്ല സഹായിച്ചത്, ഇത്രത്തോളം യഹോവ സഹായിച്ചു. അവിടെ അത്ഭുതങ്ങൾ ആരംഭിക്കുക. താഴ്ത്ത് വായിക്കുമ്പോൾ ദൈവിക വിടുതൽ, പിന്നെ അങ്ങോട്ട് സമാധാനം, പിന്നെ അങ്ങോട്ട് ദൈവപ്രവർത്തികൾ. ദൈവം ഇതിലെ മഹത്വം ദൈവത്തിന് കൊടുക്കുക. അങ്ങനെ മഹത്വം ദൈവത്തിന് കൊടുത്ത് നിൽക്കുമ്പോഴാണ് ഈ പെട്ടെന്ന് മറക്കുന്നവരായി ഈ ദൈവമക്കൾ കേട്ടോ. അങ്ങനെ മഹത്വം ദൈവത്തിന് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കാണാം, ഒരു ദിവസം താണ്ട കയറി വരുന്ന എല്ലാവരുടെ മുപ്പന്മാരുടെ കയറി വന്നിട്ട് ശമൂവേലിനോട് പറയാ, ജാതികളെ പോലെ ഞങ്ങളെ ഭരിക്കേണ്ടതിന് ഒരു രാജാവിനെ വേണം. കണ്ടോ, ദൈവസാന്നിധ്യത്തിന്റെ കീഴിൽ ഇരുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും അനുഗ്രഹങ്ങളും പ്രാപിച്ച ദൈവജനം ഇപ്പൊ ആവശ്യപ്പെടുന്നതാ ജാതികളെ പോലെ. കണ്ടോ, ആ വാക്കെനിക്ക് നോക്കിയിട്ട് ജാതികളെ പോലെ അങ്ങനെയല്ലയോ കൊടുത്തേക്കുന്നത്. 8-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ, ആകയാൽ സകല ജാതികൾക്കുമുള്ളതുപോലെ ഞങ്ങളെ ഭരിക്കേണ്ടതിന് ഞങ്ങൾക്കൊരു രാജാവിനെ നിയമിച്ചു തരണം. ശമൂവേലിന്റെ നെഞ്ചു തകർന്നുപോയി. ഉടൻ ദൈവം പറയാടാ, നീ പാരപ്പെടാതെ അവർ നിന്നെയല്ല തള്ളിയത്, എന്നെയാ തള്ളിയേ. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സകല ജാതികൾക്കും ഉള്ളതുപോലെയുള്ള ക്രമീകരണങ്ങളുടെ പുറകെ പോകുക നമ്മൾ.
സംഘടനകളുടെ പുറകെ പോവുക. എന്തിയ സംഘടനകളെല്ലാം തകർന്ന് തരിപ്പണമായി പോയില്ലേ? സകല ജാതികൾക്കുമുള്ളതുപോലുള്ള ക്രമീകരണങ്ങളുടെ പുറകെ പോകരുത് ദൈവസേനയും. ദൈവമക്കൾ ദൈവ സാന്നിധ്യത്തിന്റെ കീഴിലേക്ക് മടങ്ങി വരണം. ഇല്ലെങ്കിൽ പൊടിച്ച് കൈത്തരും, നാണം കെടുത്തും. ഞാൻ ഇന്ന സംഘടനയാന്ന് പറയാൻ പോലും ഇല്ലാത്ത നാണക്കെടിലേക്ക് ദൈവം കൊണ്ടുപോയില്ലേ? ജാതികളെ പോലെ രാജാവിനെ അന്വേഷിക്കുന്ന ദൈവസാന്നിധ്യത്തിന് കീഴിൽ ഒരു കാലത്ത് ദൈവത്തിന് മഹത്വം കൊടുത്ത അപ്പച്ചനമ്മച്ചിമാരുടെ കാലം കഴിഞ്ഞ ശേഷം ഇന്ന് സംവിധാനങ്ങളുടെ പുറകെ പോയി ജാതികൾക്കുള്ളതുപോലെ, അവർക്കുള്ളതുപോലെ, ഓർത്തഡോക്സിനുള്ളതുപോലെ, മർത്തമ്മയ്ക്കുള്ളതുപോലെ, കത്തോലിക്കിനുള്ളതുപോലെ, ഹിന്ദുക്കൾക്കുള്ളതുപോലെ, ഉള്ളതുപോലെ അവരെക്കാൾ വലുതാക്കി മാറ്റി. എന്ത് ഇപ്പം എന്നോട് ദൈവം പറഞ്ഞ കാര്യം ഒന്നും കൂടെ പറയാൻ വന്ന, ഞാൻ വേറൊരു വിഷയമാണ് എടുത്തത്. പക്ഷെ ദൈവാത്മാവ് ഇന്നലെ രാത്രി മാറ്റിച്ചതായത്. ദൈവത്തിന് അനിഷ്ടമായി മടങ്ങി ദൈവസ്ഥാനത്തിലേക്ക് മടങ്ങി വാ. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയുന്നു, ദൈവത്തെ കോപിപ്പിക്കാതെ ദൈവ സാന്നിധ്യത്തിലേക്ക് മടങ്ങി വാ. മറക്കാതെ, പഴയ കാലം മറക്കാതെ. വിടുവിച്ചത് ദൈവമാണ്, നടത്തിയത് ദൈവമാണ്. ഈ അനുഭവിക്കുന്ന എല്ലാ നന്മകളുടെയും പിൻപിൽ ദൈവമാണ്. എല്ലാ കണ്ണുകളും അടച്ചാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എത്ര പേർക്ക് പ്രാർത്ഥന ആവശ്യമുണ്ട്? ഒരു മടങ്ങലും ആവശ്യമുണ്ട്. അവർ മാത്രം കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ഒറ്റ വാക്കിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ സന്നിധിയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി കുറവുണ്ട്. പാടിയന്റെ ജീവിതത്തിൽ ഒത്തിരി കുറവുണ്ട്. പലപ്പോഴും അങ്ങ് വിശ്വസ്തനായ ദൈവമായിരിക്കുമ്പോഴും ഞാൻ അവിശ്വസ്തത കാണിച്ചിട്ടുണ്ട്. കർത്താവെ, ഞങ്ങളോട് ക്ഷമിക്കണമേ അപ്പാ. ശമൂവേൽ പറഞ്ഞ പോലെ ഞങ്ങൾ പാപം ചെയ്തു, ഞങ്ങൾ വികടമായി നടന്നു, ഞങ്ങൾ പ്രവചന ശബ്ദത്തെ, ദൈവശബ്ദത്തെ ഞങ്ങൾ അവഗണിച്ചു. ഞങ്ങളോട് ക്ഷമിക്കണമേ അപ്പാ. ഞങ്ങൾക്കൊരു ജയം ആവശ്യമാണ്. നിന്റെ സന്നിധിയിൽ സാന്നിധ്യം ആവശ്യമാണ്. നിന്റെ കൃപ ആവശ്യമാണ്. നിന്റെ കരുണ ആവശ്യമാണ്. കർത്താവ്, നിന്റെ സൗഖ്യം ആവശ്യമാണ്. കർത്താവെ, ഞങ്ങളെ അതിലേക്ക് നടത്തണമേ കർത്താവെ. അതെല്ലാം ഞങ്ങളുടെ അവകാശമാണല്ലോ. സമാധാനവും സന്തോഷവും സ്വസ്ഥതയും സൗഖ്യവും സമ്പത്തും എല്ലാം ഞങ്ങളുടെ അവകാശമാണല്ലോ കർത്താവെ. ആ അവകാശത്തിന് മേൽ ദുഷ്ടന് യാതൊരു അവകാശവും, നീതിമാന്റെ അവകാശത്തിന് മേൽ ദുഷ്ടന്റെ ചെങ്കോൽ വാഴുകയില്ല എന്ന് അങ്ങയുടെ വചനമാണല്ലോ കർത്താവെ. ആ സാന്നിധ്യത്തിലേക്ക്, ആ വചനത്തിന്റെ ശക്തിയിലേക്ക്, അങ്ങയുടെ അടിപ്പിടരാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്ന ആ വചനത്തിന്റെ ശക്തിയിലേക്ക് ഞങ്ങളുടെ ശരീരങ്ങളെ, ഞങ്ങളുടെ മനസ്സിനെയൊക്കെ ക്രമീകരിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമപ്പ. ഈ പ്രവർത്തനത്തെ ഞാൻ എന്റെ കർത്താവിന്റെ നാമത്തിൽ, യേശു കർത്താവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടും. അവരുടെ നന്മ നിങ്ങൾ യേശു കർത്താവിന്റെ നാമത്തിൽ അനുഭവിക്കും. എന്റെ ദാസനെ കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. കൂടെ നിൽക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ഇതിൽ ഭാഗവാക്കാകുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ഈ പ്രവർത്തനം കർത്താവിന്റെ നാൾ വരെയും തികഞ്ഞു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. അങ്ങനെ സംഭവിച്ചിരിക്കുക. സ്തോത്രം. മഹത്വം മുഴുവൻ യേശു കർത്താവിന് അർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ താഴ്ത്തുന്നു. പ്രാർത്ഥനയുടേതായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.